മാർക്കറ്റിൽ ഇപ്പോൾ 3 തരം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഒരു ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്, ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റീസെന്റ് ഒരു വർഷം മുമ്പ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ആണ്. പാർട്ടിസിപ്പേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് പലവരും പറഞ്ഞ് ഭയങ്കര റിട്ടേൺസ് ഉണ്ടെന്ന് കേട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ്, അവരൊക്കെ ഭയങ്കര ഷോക്ക്ഡ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാർക്കറ്റ് സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ് എല്ലാ സെഗ്മെന്റും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ റീസെന്റ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന അവർ വളരെ ഷോക്ക്ഡ് ആണ്. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. പലവരും ഇൻവെസ്റ്റ്മെന്റ് ക്ലോസ് ചെയ്ത് അവർ സ്റ്റോക്ക് ബ്രോക്കിംഗ് അക്കൗണ്ട് വരെ ക്ലോസ് ചെയ്ത് പോകുന്ന പല ന്യൂസുകൾ നമ്മൾ കണ്ടു. രണ്ടാമത്തെ തരം ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് പോസ്റ്റ് കൊറോണ കഴിഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന ഇൻവെസ്റ്റേഴ്സ്. അവരുടെ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് അവർ 25-30% ഒക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസ് കണ്ടിട്ട് പെട്ടെന്ന് അത് 14-10 ഒക്കെ കാണുമ്പോഴത്തേക്കും ആ ഒരു ജിറ്ററിങ് മാത്രമേ ഉള്ളൂ. അതായത് 30% കണ്ട ആൾക്കാർ പെട്ടെന്ന് 10-14 കാണുമ്പോഴത്തേക്കും ആ ഒരു ചെറിയൊരു ഗ്രീഡ് വന്ന് കാണുമല്ലോ. ഈ 30% എല്ലാവർക്കും ഉള്ളതാണല്ലോ. ആ 30% കാണുമ്പോൾ വന്ന ആ ഒരു ഇമോഷൻ മാറി ഒരു റിയാലിറ്റി ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇതുമല്ലാതെ വളരെ കാലമായിട്ട് 10 years ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് അബ്സല്യൂട്ട്ലി അൺഷേക്കൺ ആണ്. അവർക്ക് ഒരു രീതിയിലുള്ള ഒരു ഇമോഷൻസും ഇല്ല. അവർക്കറിയാം മാർക്കറ്റ് എന്താണ്. അവർ ആ സൈക്കിളിലൂടെയൊക്കെ ഗോ ത്രൂ ചെയ്തു. അവർ പല ക്രാഷസിലൂടെ ഗോ ത്രൂ ചെയ്തു. പല കൊറോണ പോലത്തെ സിറ്റുവേഷൻസിലൂടെ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞ ഇൻവെസ്റ്റേഴ്സ് അബ്സല്യൂട്ട്ലി അൺഷേക്കൺ ആണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഉള്ള ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴാണ് മാർക്കറ്റ് റിവൈവ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് റിവൈവ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ആർക്കും മാർക്കറ്റ് എപ്പോഴും റിവൈവ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള, കൺട്രോളബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലാക്കി മാർക്കറ്റ് എപ്പോൾ റിവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ അതിന് ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ, ഈ വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ ഈ ചാനലിൻ്റെ കോണ്ടന്റ് നിങ്ങൾ കാണുക. ചാനലിൽ ഒത്തിരി ഫൈനാൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഫൈനാൻസ്, ഇൻവെസ്റ്റ്മെന്റ്സ്, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റാർട്ടപ്സ്, ഓണ്ടർപ്രണർഷിപ്പ്, പല കാര്യങ്ങളും നമ്മൾ പോഡ്കാസ്റ്റും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കോണ്ടന്റിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ മാർക്കറ്റ് റിവൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അതിനനുസരിച്ച് അലൈൻഡ് ആണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോനെ ബേസ് ചെയ്തായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോസിനകത്തുള്ള പ്രോസും കോൺസും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 15 minutes സെഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മാർച്ച് 31 വരെ ഈ സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് താഴെ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഈ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് അല്ലാതെ നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റിനെയും കൂടെ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ ഗൂഗിൾ ഫോം തന്നെ ഫില്ല് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ ഒരു വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ കുറിച്ചുള്ള പല അപ്ഡേറ്റ്സ് നമ്മൾ ഇടുന്നതാണ്. NFOs, IPOs എന്ന് പറയുന്ന വേൾഡിൽ നടക്കുന്ന പല അപ്ഡേറ്റ്സ് നമ്മൾ ഇടുന്നതാണ്, വിച്ച് വിൽ ഹെൽപ്പ് യു ഗ്രോ യു വെൽ. അപ്പോൾ ആ ചാനലും കൂടി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് തരം ഇൻവെസ്റ്റർ ആണ്? നിങ്ങൾ റീസെന്റ് ഇൻവെസ്റ്റർ ആണോ, പോസ്റ്റ് കൊറോണ ഇൻവെസ്റ്റർ ആണോ, അതോ ലോങ് ടേം ഇൻവെസ്റ്റർ ആണോ എന്നുള്ള കമന്റ് ബോക്സിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഓഡിയൻസ് ദാറ്റ് വി ആർ കേറ്ററിംഗ് ടു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ കോണ്ടന്റ് എല്ലാം നമ്മൾ ഒരു PDF ഡോക്യുമെന്റിലാക്കി നമ്മുടെ റിസർച്ച് ടീം വെച്ചിട്ടുണ്ട്. ആ ഡോക്യുമെന്റിന് വേണ്ടി മാർക്കറ്റ് റിവൈവൽ മലയാളം എന്ന് മാത്രം ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു സെൻഡ് ദിസ് PDF ഡോക്യുമെന്റ് ഫോർ യു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ കൺസേൺഡ് അബൌട്ട് വെൻ ഇസ് ദ മാർക്കറ്റ് ഗോയിങ് ടു റിവൈവ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു ഫുൾ ആൻഡ് ഫൈനൽ ക്ലോഷറിലൂടെ തരാൻ പോകുന്നില്ല. എന്നാലും നമ്മൾ ആ ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം എപ്പോഴാണ് മാർക്കറ്റ് റിവൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, മാർക്കറ്റ് റിവൈവലിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ആദ്യം മാർക്കറ്റിൽ ഇതുവരെ എന്താ പറ്റിയതുള്ളത് നോക്കാം. 6 months സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്കറ്റ് ഡൗൺ ആണ്. എന്നാലും സെക്ടർ വൈസ് മാർക്കറ്റ് എത്ര ഡൗൺ ആണെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്തിരിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് എനർജിയാണ്. 25% ആണ് എനർജി കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു മെയിൻ ഡ്രിവൺ ഫാക്ടർ എന്ന് പറയുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് നമുക്ക് എല്ലാവർക്കും അറിയാം എനർജി ആയിട്ടാണ് ആ സ്റ്റോക്ക് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. സംഭവം ആ സ്റ്റോക്കിന്റെ ഏറ്റവും കൂടുതൽ റവന്യൂ ഇപ്പോൾ വരുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്, റിലയൻസ് ജിയോ എന്നാണ്. എന്നാൽ തന്നെ അതിനകത്ത് എനർജി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനർജി 25% വരുന്നത്. അതുമാത്രമല്ല സ്വിസ്ലോൺ ഒക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തു. പിന്നെ അതല്ലാണ്ട് ഈ CPSE എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി, ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് CPSE എന്ന് പറയുന്നത്. അത് നോർമലി പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ആണ്. അപ്പോൾ അത് 20% ഫോളോ ചെയ്തു. ഇനി അതല്ലാതെ 21% ഫോളോ ചെയ്തിട്ടുണ്ട് മീഡിയ ആണ്. മീഡിയ നമുക്ക് എല്ലാവർക്കും അറിയാം, PVR, Zee Entertainment, ഐനോക്സ്, ഈ PVR, ഐനോക്സ് ഇതെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 21% ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ മെറ്റൽ ഓഫ് കോഴ്സ് അതും ഫോളോ ചെയ്തിട്ടുണ്ട്. ഓട്ടോ നമ്മളെല്ലാവരും വിചാരിച്ചു ഓട്ടോ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നു, പക്ഷേ ഓട്ടോ അത്ര ഫോളോ ചെയ്തിട്ടില്ല. ഓട്ടോ 11% ആണ് ഫോളോ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ പലതും പല രീതിയിൽ ഫോളോ ചെയ്ത് കാണും. ഏറ്റവും നല്ല രീതിയിൽ ഫോളോ
ഫോൾ ഇല്ലാതെ നിന്നത് IT ആണ്. IT നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിവൈവൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതിനോട് IT പോസിറ്റീവാണ്. അറ്റ് ദ സെയിം ടൈം ഫിനാൻഷ്യൽ സർവീസസ്, ബാങ്ക്സ് അല്ലോട്ടോ, ഫിനാൻഷ്യൽ സർവീസസ് പോസിറ്റീവാണ്. ഫാർമ അഗെയിൻ പോസിറ്റീവാണ്. ഇത്രയാണ് മാർക്കറ്റിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോൾ വന്നിട്ടുള്ളത് എനർജിയിലാണ്. ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് പോവാം. ഏറ്റവും ആദ്യത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം RBI റീസെന്റ് 0.25% ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് വിചാരിച്ച് അപ്പം തന്നെ മാർക്കറ്റ് ബൂം ചെയ്യണമെന്നില്ല. കാരണം 0.25 കട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കട്ട്, ഇവിടെയാണ് കട്ട് വന്നിട്ടുള്ളത്. കണ്ടോ? ഇപ്പം നമ്മൾ ഒരു 5 ഇയേഴ്സിന്റെ ഹൊറൈസൺ എടുത്തു കഴിഞ്ഞാൽ, 5 ഇയേഴ്സിന്റെ ഹൊറൈസൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെനാരിയോ എന്ന് പറയുന്നത് ആ പോസ്റ്റ് കോവിഡ് ടൈമാണ്. അതായത് ആ പോസ്റ്റ് കോവിഡ് ടൈം എല്ലാവർക്കും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു ഗവൺമെന്റിന്. ഈ ഒരു സമയമാണ് പോസ്റ്റ് കോവിഡ് ടൈം. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കയറി പോയിരിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതേ ഒരു റിവേഴ്സ് സെനേറിയോ ആയിരിക്കാം നമ്മൾ ഇവിടെ കാണുന്നത്. ഈ തിരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് താഴത്തേക്ക് വരുന്ന സെനേറിയോ ആയിരിക്കും ഇവിടെ നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഫോർകാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ഉണ്ടാവും. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇത് അതുപോലെ നടക്കണമെന്നൊന്നുമില്ല, എന്നാലും ഇറ്റ് ഡിപെൻഡ്സ് ഓൺ വാട്ട് ഇസ് ഇൻഫ്ലേഷൻ ഓഫ് ദ കൺട്രി, ദാറ്റ് ഇസ് ഹൗ ദേ കൻ കട്ട് ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം ഫോർകാസ്റ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻകം അല്ലെങ്കിൽ കൂടുതൽ മണി നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ലിക്വിഡിറ്റി ക്ലിയർലി മാർക്കറ്റിൽ അവൈലബിൾ ആവും എന്നുള്ള ഇൻഡിക്കേറ്ററാണ് നമ്മൾ കണ്ടത്. ഇനി രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള പ്രൊഡക്ഷൻ, നമ്മുടെ മാനുഫാക്ചറിങ്, ആ കാര്യങ്ങളെല്ലാം ഉള്ള പ്രൊഡക്ഷനാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവൈവൽ ഉണ്ടോ നിങ്ങൾ ഈ ഓഗസ്റ്റ് 2024 എന്ന് പറയുമ്പോൾ, അതായത് ക്ലോസ് ടു 8 months ബാക്ക് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ട്രെൻഡിൽ നമ്മൾ കയറി പോസിറ്റീവ് ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇനി വേറെ ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കാം, നമ്മുടെ സ്വന്തം GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ലാസ്റ്റ് നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ നമ്മൾ ക്ലിയർലി പറഞ്ഞിരുന്നു GDPയുടെ ഗ്രോത്ത് റേറ്റ് ഈ 2.4 to 1.8, 1.5, 1.1 ഈ ഒരു ഫോള് കണ്ടോ GDPയുടെ, അത് ഭയങ്കരമായിട്ട് മാർക്കറ്റിനെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് റീസൺ വൈ മാർക്കറ്റ് ഇസ് ഫോളൻ ഓൾസോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഒരു ടേൺ അറൗണ്ട് സംഭവിക്കാൻ ഒരു പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഈ ഒരു GDP എന്ന് പറയുന്നത് ചെറുതായിട്ടെങ്കിലും മാർക്കറ്റിൽ മുകളിലേക്ക് കയറി തുടങ്ങാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ അതിലും നമുക്ക് ഫോർകാസ്റ്റ് എടുത്ത് നോക്കാം. കേട്ടോ, ഫോർകാസ്റ്റ് നോക്കുമ്പോഴത്തേക്കും പതുക്കെ അത് കയറുള്ളൂ, ഒറ്റയടിക്ക് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക്, ഇതൊരു ഫോർകാസ്റ്റ് ആണ് കേട്ടോ, ഇതെല്ലാം ഒരു ഫോർകാസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഇവിടെ തിരിച്ച് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാണ്ട് ഇന്ത്യയുടെ ഇൻഫ്ലേഷനും കൂടിയാണ്. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വളരെ സ്റ്റേബിൾ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. 5.2, 5.5 റേഞ്ചസിലാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഡേറ്റ നമ്മൾ കണ്ടല്ലോ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടു. ഇനി നമ്മൾ ഫോർവേഡ് ചിന്തിക്കുമ്പോൾ ഈ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, അതായത് ഈ ഒരു Q4 എന്ന് പറഞ്ഞ ക്വാർട്ടറിൽ എനിക്ക് തോന്നുന്നില്ല വലിയ മാജിക് സംഭവിക്കുന്നുള്ളത്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് കാസ്കേഡ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 2 ക്വാർട്ടറെങ്കിലും എടുക്കും എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്ന ക്വാർട്ടറിലേക്ക് ചില റിവൈവൽസ് ശരിക്കും എവിഡൻ്റ് ആയിട്ട് വന്നു തുടങ്ങും. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് റിവേഴ്സ് ആവാനുള്ള ചാൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഏപ്രിൽ, മെയ്, ജൂൺ എൻഡിൽ ശരിക്കും നല്ല രീതിയിൽ മാർക്കറ്റ് ശരിക്കും നല്ല രീതിയിൽ മാർക്കറ്റ് റിവൈവ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇൻകം ടാക്സിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ കണ്ടു. അതായത് കൂടുതൽ ഇൻകം 12 lakhs up to 12 lakhs സാലറി ഉള്ളവർക്ക്, അതിന് കണ്ടീഷൻസ് ഉണ്ട്, എന്നാൽ തന്നെ 12 lakhs സാലറി ഉള്ളവർക്ക് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട. അപ്പോൾ അവിടെ കുറേ ക്യാഷ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെനേറിയോയിൽ ഹൗസിംഗ് ലോൺ, പേഴ്സണൽ ലോൺ, കാർ ലോൺ എല്ലാവർക്കും ചെറിയ രീതിയിൽ ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, നമ്മുടെ പോസ്റ്റ് കൊറോണ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സേവിങ്സിനേക്കാളും ഉപരി കൺസംഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ മില്ലിനിയൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ സ്പെൻഡ് ചെയ്യാനാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കയ്യിൽ വരുന്ന കാശ് നമ്മൾ മാർക്കറ്റിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു. FMCG അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അപ്റ്റിക്ക് നമ്മൾ ഫ്യൂച്ചറിലേക്ക് കാണാൻ പറ്റും. കൂടുതൽ കൺസംഷൻ കൂടുതൽ മാർക്കറ്റിലേക്ക് വരുന്ന രീതി കാണാം. അപ്പോൾ ഈ കൺസംഷൻ വരുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാർക്കറ്റ് ഗ്രോ ചെയ്യും. അല്ലാതെ കൺസംഷൻ വന്നു കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ കമ്പനീസ് പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രമേ മാർക്കറ്റ് ഗ്രോ ചെയ്യുള്ളൂ, അങ്ങനെയല്ല. മാർക്കറ്റ് ഓൾറെഡി അപ്ഫ്രണ്ട് ആണ്. നമ്മളൊരു ക്രാഷ് വരുന്നേക്കാൾ മുമ്പേ മാർക്കറ്റ് ക്രാഷ് ചെയ്യും, അല്ലെങ്കിൽ ഒരു റിസഷൻ വരിക എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് ക്രാഷ് ചെയ്യും.
വാഷിംഗ് എന്ന് പറയുന്ന പോലെ കൺസംഷൻ ശരിക്കും ഗ്രൗണ്ടിലേക്ക് വന്ന് ഇൻഡിവിജ്വൽ കമ്പനീസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പേ മാർക്കറ്റ് റാലി ചെയ്യും. അപ്പോൾ നമ്മൾ ആ റാലിക്ക് നമ്മൾ റെഡിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇനി ഇതിനകത്തൊരു വേറൊരു പോയിന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുള്ളിയുടെ ചേഞ്ചസ് ആണ്. അപ്പോൾ അത് നമ്മുടെ കൺട്രോളബിൾസിലുള്ള സാധനമല്ല. നമ്മൾ പുള്ളി എന്താണ് ചെയ്യാൻ പോകണേ നമുക്കൊന്നും അറിയില്ല, ഇനി ഒരിക്കലും അറിയാനും പോകുന്നില്ല. ടാരിഫ് വാർസ് ഉണ്ടാവാം, ട്രേഡ് വാർസ് ഉണ്ടാവാം. ദാറ്റ് വാസ് ഹാപ്പനിങ് ഫോർ സച്ച് എ ലോങ് ടൈം. ഇപ്പോൾ ലാസ്റ്റ് ടൈം ഡൊണാൾഡ് ട്രംപ് വന്നപ്പോഴും ട്രേഡ് വാർ നമ്മൾ എവിഡൻ്റ് ആയിട്ട് കണ്ടതാണ്. പക്ഷേ ദാറ്റ് ഡിഡ്ന്റ് സ്റ്റോപ്പ് ഇന്ത്യൻ എക്കോണമി ടു ഗ്രോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മളെ പോർട്ട്ഫോളിയോ പോയിസ്ഡ് ആണോ ഈ ഒരു ഗ്രോത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കൺക്ലൂഷൻ കാരണം മോസ്റ്റ്ലി ആൾക്കാർ കാണണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റിൽ റിവൈവൽ ശരിക്കും ഒരു ജൂൺ, അറ്റ്ലീസ്റ്റ് ഒരു ജൂണിലെങ്കിലും റിവൈവൽ തുടങ്ങണം. 2026 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇയേഴ്സ് ആയിരിക്കും ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ പോയിസ്ഡ് ആണോ, ഗ്രോത്തിന് വേണ്ടി നിങ്ങളുടെ പോർട്ട്ഫോളിയോ അലൈൻഡ് ആണോ? അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മറ്റേ NISM റിസർച്ച് അനലിസ്റ്റിന്റെ കൂടെയുള്ള അപ്പോയിന്റ്മെന്റ് മാർക്കറ്റ്. അപ്പോൾ അത് അലൈൻഡ് ആണോ നിങ്ങൾ എൻഷുർ ചെയ്യുക, നിങ്ങളുടെ ഗോൾസ് അതിനനുസരിച്ച് സെറ്റ് ആണോ നിങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം. ഇപ്പോൾ പല പെസിമിസ്റ്റിക് ആയിട്ടുള്ള സംസാരവും മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷേ അതിലൊന്നും ഫോളോ ചെയ്യരുത്. കാരണം നമ്മളെപ്പോഴും ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ അതിലും ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു വളരെ പെസിമിസ്റ്റ് ആയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. അതിൽ ഫോളോ ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ അതിനനുസരിച്ച് അലൈൻഡ് ആണോ എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഇഷ്ടപ്പെടുന്നെങ്കിൽ definitely you have to share with all your friends and relatives and family as well. Thank you so much. Until we see you next time with another video, informative video. Thomas signing off. Bye bye.